കായംകുളം സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്ന പ്രൊഫസർ എം.ആർ. രാജശേഖരന്റെ ഒന്നാം ചരമവാർഷികം ബാങ്കിൽ ആചരിച്ചു. പുഷ്പാർച്ചന, അനുസ്മരണ യോഗം എന്നിവയും നടത്തി. നമ്മുടെ ബാങ്കിന്റെ പുതിയ ബിൽഡിംഗിലോട്ട് മാറിയതിനു ശേഷവും അതിനു മുമ്പും അദ്ദേഹം 60 വർഷക്കാലം തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ കൂട്ടത്തിൽ വഹിക്കാത്ത സ്ഥാനങ്ങളൊന്നും തന്നെ ഇല്ല. അതിൽ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നതാണ് നമ്മുടെ കായംകുളം സർവീസ് സഹകരണ ബാങ്ക് 421. ഇതിന്റെ പുരോഗതിക്കും ഇതിന്റെ ബിൽഡിങ്ങിനും എല്ലാത്തിനും നമ്മുടെ എല്ലാ ജീവനക്കാർക്കും 3 ബ്രാഞ്ചിലും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും അദ്ദേഹത്തിന്റെ സംഘടനാപരമായ പ്രൊഫസറായും വക്കീലായും അതുപോലെ തന്നെ കായംകുളത്തിന്റെ സർവ്വമേഖലയും കായംകുളം നഗരസഭയുടെ ജനകീയാസൂത്രണ സമയത്തുള്ള മുനിസിപ്പൽ ചെയർമാനായിട്ടും എല്ലാം അദ്ദേഹം നമ്മുടെ സേവനാനുഷ്ഠിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ഈ ഒന്നാം ചരമവാർഷികത്തിന്റെ പുഷ്പാർച്ചനയാണ്. അതിന് കായംകുളം A421 നമ്പർ സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്ന പ്രൊഫസർ എം.ആർ. രാജശേഖരന്റെ ഒന്നാം ചരമവാർഷിക ദിനമാണ് ആചരിച്ചത്. CPIMന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടാൻ തുടങ്ങി. ആദ്യം KSYFന്റെ താലൂക്ക് ഭാരവാഹിയായി, ജില്ലാ ഭാരവാഹിയായി, CPIMന്റെ കായംകുളം ടൗണിലെ ലോക്കൽ കമ്മിറ്റി അംഗമായി ദീർഘകാലം പോകും. ആ കാലഘട്ടത്തിൽ മുതൽ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചത്. 1984 മുതൽ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോർ വ്യവസായ രംഗത്തെ സഹകരണ സംഘമായിട്ടുള്ള KCTയുടെ പ്രസിഡന്റായി. സഖാവ് CBC വാര്യർ KCT പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ദീർഘനാളുകൾ KCTയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിലാണ് 1987 ഇന്ന് ഈ സംസ്ഥാനത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ആലപ്പി സഹകരണ സ്പിന്നിംഗ് മില്ലിൻ്റെ ചെയർമാനായ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ബാങ്കിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം P. ഗാനകുമാർ, ബ്രാഞ്ച് മാനേജർ K. ഉപേന്ദ്രൻ, കുറ്റിത്തെരുവ് ശാഖ മാനേജർ K. ആശ, കൗൺസിലർ ബിനു അശോക, ബോർഡ് അംഗം രാധാകൃഷ്ണൻ, വിനീത, രാഗേഷ്, M. റഹീം തുടങ്ങിയവർ പങ്കെടുത്തു. ബാങ്ക് മാനേജർ CS. അശ്വതി നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.